മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സാറിന്റെ പേരെന്താണ്? വിനോദ് കെ ജോസ്. വിനോദ് കെ ജോസ്. എവിടെയാ സ്ഥലം? കടുത്തുരുത്തി നിയോജക മണ്ഡലം. ഇപ്പൊ എവിടെ പോവാ? തിരുവനന്തപുരത്തിന് പോവാ. തിരുവനന്തപുരത്ത് എന്താണ് തിരുവനന്തപുരത്ത് പോകുന്നതിന്റെ ഉദ്ദേശം? അരവിന്ദ് കെജ്രിവാളിനെ അന്യായമായിട്ട് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ അതില് അറസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് ചേട്ടന്റെ? അറസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നില്ല, പക്ഷെ അറസ്റ്റ് ചെയ്യുന്നതിനും പാലിക്കേണ്ട കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു മുഖ്യമന്ത്രി കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പൊതുസമൂഹത്തിന് മനസ്സിലാകണം ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് അറസ്റ്റ് ചെയ്യുന്നത്. അതിന് വ്യക്തമായ തെളിവുകൾ മുൻപോട്ട് വയ്ക്കാൻ ഒരു ഭരണകൂടത്തിന് സാധിക്കണം. അതിവിടെ കാണുന്നില്ല. തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയില്ലേ? കോടതിയിൽ ഹാജരാക്കിയാലും പൊതുസമൂഹം എന്ന നിലയിൽ എനിക്ക് അതിനെപ്പറ്റി യാതൊരു ബോധ്യവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലിരിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ ജനപ്രിയനായ ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പൊതുജനങ്ങളുടെ മനസ്സിൽ ഒരു ശകലം പോലും സംശയങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ നിലപാട്. അപ്പൊ തെളിവുകള് പൊതുജനങ്ങൾക്ക് കൂടി കാണാവുന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കണമായിരുന്നു. തെളിവുകൾ നിലവിൽ നമുക്ക് ഒന്നും ലഭിച്ചിട്ടില്ലല്ലോ. ഇവിടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയ കുറച്ച് തെളിവുകളല്ലേ തെളിവുകളായിട്ട് പറയണത്. ഇന്ത്യയുടെ ഭാഗത്തു നിന്നല്ലാതെ എന്ത് തെളിവുകളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്? ഒരു തെളിവും വന്നിട്ടില്ല. തെളിവില്ലാതെയാണ് അപ്പൊ മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അത് PMLA ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഫ്രെയിം ചെയ്ത്, വ്യാജമായിട്ട് ഫ്രെയിം ചെയ്ത് നിയമം ഇപ്പൊ കുറച്ചു കാലങ്ങളായിട്ട് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിയമപരമാക്കുന്ന നിയമങ്ങൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടുവരികയാണ്. അതിന് എന്ത് തോന്നിയവസരം കാണിക്കാം, പക്ഷെ അതിനെ നമ്മുടെ ജനപ്രതിനിധികൾ, തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സഹായത്തോടു കൂടി നിയമസഭയിലും ലോക്സഭയിലും നിയമങ്ങൾ പാസ്സാക്കിക്കൊണ്ട് ജനങ്ങളെ പീഡിപ്പിക്കുന്ന പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് സുപ്രീം കോടതി വരെയും ജാമ്യാപേക്ഷ പോയതല്ലേ മനീഷ് സിസോദിയ? സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിക്ക് പരിമിതികളുണ്ടല്ലോ. ജുഡീഷ്യറി ഒരിക്കലും നിയമസഭയുടെ പൊക്കത്തിൽ നിൽക്കുന്ന ഒരു സാധനമാണെന്ന്, ഇതെല്ലാം കൂട്ടുത്തരവാദിത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ജുഡീഷ്യറിക്ക് നിയമസഭയോ ലോക്സഭയോ അത് ജനാധിപത്യ രാജ്യമല്ലേ. അപ്പൊ ജനപ്രതിനിധികൾ പാസ്സാക്കുന്ന നിയമങ്ങൾ അത് നടപ്പിലായി, അത് ഭരണഘടനാ വിരുദ്ധം അല്ലെങ്കിൽ നമ്മുടെ പ്രിയാമ്പിൾസിൽ പറഞ്ഞ കാര്യങ്ങൾക്കെതിരല്ലെങ്കിൽ അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ജുഡീഷ്യറിയുടെ ചുമതല. സ്വാഭാവികമായിട്ട് ജുഡീഷ്യറിയും ഒരു പരിധി വരെയൊക്കെ അവിടെ നിസ്സഹായരായി പോകുന്ന സാഹചര്യം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് BJP സർക്കാർ 2018 ഈ ഭേദഗതി കൊണ്ടുവന്നത്. എനിക്ക് എന്റെ കൃത്യസമയം പറയാം. എനിക്ക് 2019 അതിനു മുമ്പ് ഒന്ന് അവർ കൊണ്ടുവന്നായിരുന്നു. അത് കോടതി എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ് തള്ളിക്കളഞ്ഞിരുന്നു. പക്ഷെ വീണ്ടും തള്ളിക്കളയാൻ പറ്റിയില്ലാത്ത രീതിക്ക് PMLA ആക്ടിനെ വീണ്ടും അവര് മോഡിഫൈ ചെയ്തെടുത്തെന്നാണ് എനിക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത്. PMLA ആക്ട് മോഡിഫൈ ചെയ്ത് പാസ്സാക്കി, പക്ഷെ അതിന് സുപ്രീം കോടതി അത് ഭരണഘടനാ വിരുദ്ധം അല്ല എന്നൊരു വിധി പ്രഖ്യാപിച്ചു. പക്ഷെ അതിന്റെ ഒരു റിവ്യൂ പെറ്റീഷൻ ഇപ്പോഴും സുപ്രീം കോടതിയിൽ പെൻഡിങ് അല്ലേ? അതെ, പെൻഡിങ് ആണ്. ഞാനതാ പറഞ്ഞത്, ഈ എന്താ പറയുക, ഒരു വളരെ മോശപ്പെട്ട പല നിയമങ്ങളും നമ്മുടെ ജനപ്രതിനിധികള് കൂട്ടുനിന്ന് പാസ്സാക്കുകയാണ്. അത് തെറ്റാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ അവർ ക്വാളിറ്റി ഇല്ലാത്തവരായി തീരുകയാണ്. ഇവിടുത്തെ വൃത്തികെട്ട കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടും അല്ലാത്ത രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടും പണമുണ്ടെങ്കിൽ ആർക്കും ജയിച്ചു വരാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ശരിക്കും നിലവാരമുള്ള ജനപ്രതിനിധികൾ തെരഞ്ഞെടുക്കപ്പെടുന്നില്ല എന്നുള്ളത് കുറെ കാലങ്ങളായിട്ട് ഇന്ത്യ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ എന്ത് പറഞ്ഞാലും അതിനെ അംഗീകരിക്കും. ഒരു പ്രധാനമന്ത്രി ആവട്ടെ, അല്ലെങ്കിൽ കൂട്ടത്തിലുള്ളവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും കൂട്ടത്തിലുള്ളവന്റെ അധികാരമുള്ളവന്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും അല്ലെങ്കിൽ അന്യായമായ കാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ണടച്ച് നിന്ന് കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ലോക്സഭയില് വാതുറന്ന് എതിർക്കാതെ പല കാര്യങ്ങളെയും ആൾക്കാരെ കണ്ണടച്ച് പിടിച്ച് ഇരുട്ടാക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ ലോക്സഭയിലേക്ക് നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്ന ജനപ്രതിനിധികള് ആവശ്യമായ ഒരു ചർച്ച ഈ വിഷയത്തിൽ നടത്താതെയാണ്, ആവശ്യമായ രീതിയിൽ ഒരു ചിന്ത നടത്താതെയാണ് ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കിയത് എന്നാണോ ചേട്ടാ? സംശയമില്ലാത്ത കാര്യമല്ലേ. ഇവിടെ എന്ത് വിഷയത്തിലാണ് ലോക്സഭയിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ചർച്ച നടക്കണേ? അത് ഈ കഴിഞ്ഞ 5 വർഷം 10 വർഷത്തെ കണക്ക് നോക്കണം. അതിന്റെ മുമ്പിലേക്ക് പോയി കഴിഞ്ഞാലും എന്താണോ ഭരണകൂടം തീരുമാനിച്ചത് അതിവിടെ നടപ്പായിട്ടുണ്ട്. ഏത് വിഷയത്തിലാണേലും വളരെ അപൂർവമായിട്ടുള്ള ചില സെൻസേഷണൽ വിഷയങ്ങളിലല്ലാതെ മറ്റൊന്നിലും ഇവിടെ ചർച്ചകളുടെ ഭാഗമായിട്ട് തീരുമാനങ്ങൾ മാറുന്നില്ല. ചർച്ചകൾ വളരെ കുറച്ചേ നടക്കുന്നുള്ളൂ. ചർച്ചകൾ നടന്നാലും പാർട്ടി പ്രസിഡന്റ് പറയുന്നിടത്തല്ലേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. അതിവിടുത്തെ ഒരു പ്രശ്നം. അല്ലെങ്കിൽ MP അയോഗ്യരാകുകയില്ല. അങ്ങനെ MP അയോഗ്യരാക്കപ്പെടുന്നില്ലല്ലോ. MP-മാർക്ക് അവർക്ക് അഭിപ്രായങ്ങൾ പറയാമല്ലോ. ഇവിടെ ഒരു ചർച്ച വളരെ കുറച്ച് നടക്കുന്നുള്ളൂ. ആ ചർച്ചയിൽ സ്വാഭാവികമായിട്ടും ഏത് പാർട്ടികളൊക്കെയാണോ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നത്
ആ പാർട്ടിയുടെ നിലപാടിനനുസരിച്ച് മാത്രമേ ആ പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇന്ത്യയിൽ അഭിപ്രായം പറയാറുള്ളൂ. വളരെ കുറച്ച് ആളുകൾ മാത്രമേ അതിന് വിരുദ്ധമായിട്ട് സംസാരിക്കാറ് പോലുള്ളൂ. സംസാരിച്ചു എന്നും കൊണ്ട് അയാളെ പുറത്താക്കുന്നില്ലല്ലോ. പക്ഷെ അയാൾ ഒരുപക്ഷെ അയാളുടെ ആ പാർട്ടിയിലും മുന്നണിയിലും ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്, അയാൾ സൈലന്റ് ആവും. സംസാരിച്ചാലും നിയമത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം എന്നൊരു വിപ്പ് കൊടുത്തു കഴിഞ്ഞാല് ആ വോട്ടിങ്ങില് പങ്കെടുക്കുമ്പോൾ അനുകൂലമായിട്ടല്ലേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് സ്വാഭാവികമാണ്, അങ്ങനെ പറ്റുള്ളൂ. അല്ലെങ്കിൽ അയാളെ പാർട്ടിയിൽ നിന്നും പാർലമെന്റിന്റെ അംഗത്വത്തിൽ നിന്നും അയോഗ്യനാക്കും. തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു നിയമം ഉള്ളത് നമ്മുടെ ജനാധിപത്യത്തിന് ശരിയായ ഒരു തെറ്റായ നിയമങ്ങൾ ഉണ്ടാകാനായിട്ട് കാരണമാകപ്പെടുന്നു. 100% ശരിയായ ഒരു വീക്ഷണമാണത്. ഇവിടുത്തെ ഒട്ടുമുക്കാലും രാഷ്ട്രീയക്കാർ അഴിമതിക്കാരാണ്. അരവിന്ദ് കേജ്രിവാൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് തന്നെ അങ്ങനെയാണ്. ഈ നാട്ടിലെ ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്നതിനും ജനങ്ങൾക്ക് നീതി കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ് ആം ആദ്മി പ്രസ്ഥാനം ഉണ്ടായത്. അതുകൊണ്ട് ആം ആദ്മി എന്ന് പറയുന്ന ഒരു ആശയം, അതിലാണ് നമ്മൾ അടിയുറച്ച് നിൽക്കേണ്ടത്. കേജ്രിവാള് നമ്മളെ നയിച്ചുകൊണ്ട് മുമ്പിൽ നിന്ന് കൃത്യമായ മാതൃകകൾ കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ പേരിൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ വ്യക്തമായിട്ട് തെളിയിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്ക് ഇതുവരെ കിട്ടിയ ഒരു തെളിവുകളും സ്വീകാര്യമായ തെളിവുകളൊന്നും ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ തെളിവുകള് ലഭിച്ച് കോടതി ശിക്ഷിച്ച ശേഷം മാത്രം അറസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യത്തിൽ വിടണമായിരുന്നു എന്നാണോ ചേട്ടൻ? ഇതിലെന്ത് വേണേലും സ്വീകരിക്കാവുന്നതേ ഉള്ളൂ. ഏറ്റവും നല്ലത് കൃത്യമായ തെളിവുകൾ കണ്ടെത്തി അതിനുശേഷം അറസ്റ്റിലേക്ക് നീങ്ങുന്നതായിരുന്നു. ഇപ്പൊ തന്നെ നമ്മൾ ഇന്നലെ തന്നെ കാനഡയിൽ നിന്നുകൊണ്ട് പന്നൻ എന്ന് പറയുന്ന ഒരു അവൻ എന്താ പറഞ്ഞത്? അയാളുടെ ട്രാക്ക് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അയാൾ ഇന്ത്യക്കെതിരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അയാൾ ഇപ്പം കേജ്രിവാളിനെതിരെ സംസാരിച്ചു തുടങ്ങുമ്പോൾ അതിനെ അംഗീകരിക്കുന്ന പന്നനും പറഞ്ഞില്ലേ എന്ന് പറയുന്ന ജനാധിപത്യ ബോധവും പൗരബോധവും കുറവുള്ള ഒരു സമൂഹമാണ് ഇവിടെയുള്ളത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ ഇതുവരെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായിരുന്ന ഒരു 75 വർഷത്തെ നമ്മളുടെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസവും വിവരവും പൗരബോധവും ജനാധിപത്യവും ഉണ്ടാക്കി കൊടുക്കാതിരിക്കുന്നതിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു മതരാഷ്ട്രീയത്തിലേക്കും ഒക്കെ പോകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ നിരവധി രാജ്യങ്ങൾ അത്യുന്നതമായ രീതിയിൽ വികസിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ ഓരോ ദിവസവും പിറകിലേക്കാണ് പോകുന്നത്. കാരണം ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നില്ല. വിദ്യാഭ്യാസം ചോദിച്ചു മേടിക്കുവാനുള്ള പൗരബോധമോ ഭരണഘടനാപരമായ ചിന്തകളോ ഒന്നും ഇവിടുത്തെ സാധാരണക്കാരന് ഇല്ലാത്ത അവസ്ഥയാണ് കഴിഞ്ഞ 75 വർഷം കൊണ്ട് മറ്റുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് ഇവിടെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത്. അതിന് വിരുദ്ധമായിട്ട് അതിനെതിരായിട്ടാണ് കേജ്രിവാളിന്റെ ആം ആദ്മി രാഷ്ട്രീയം.